കരുവന്നൂരിലെ ഇ ഡി നീക്കം രാഷ്ട്രീയ വേട്ടയാണെന്ന് പ്രതികരിച്ച് തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇതുവരെയും സ്വത്തുക്കൾ മരവിപ്പിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഔദ്യോഗിക വിവരം ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും MM വർഗീസ് പറഞ്ഞു. ഇതിനെക്കുറിച്ച് അറിയില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. നമുക്കറിയില്ല, നമുക്കൊരു വിവരം കിട്ടിയിട്ടുമില്ല. വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല. വേട്ട ഇതിപ്പോൾ എന്താണെന്ന് അറിയട്ടെ, വേട്ടയാണല്ലോ, അതിലെന്താ തർക്കം? അതിപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതല്ലേ. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ, പ്രതിപക്ഷത്തിനെതിരെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ കരുവന്നൂർ വിഷയമൊക്കെ ആ രീതിയിലാണല്ലോ ഉപയോഗപ്പെടുത്തിയത്. MS ലിഷോയ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കേരളത്തിൽ വന്നപ്പോഴാണ് പ്രധാനമന്ത്രി ഈ രീതിയിൽ, അതായത് പണം നഷ്ടപ്പെട്ടവർക്ക് ഈ ക്രമക്കേട് നടത്തിയവരിൽ നിന്ന് പിടിച്ചെടുത്ത് പണം നൽകുമെന്ന് അറിയിച്ചിരുന്നത്. നിക്ഷേപകർക്ക് പണം മടക്കി നൽകുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത് മാധ്യമങ്ങളിൽ നിന്ന് വന്ന വിവരങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഉത്തരവിറങ്ങിയോ EDയുടെ ഭാഗത്ത് നിന്ന്? ഔദ്യോഗികമായി നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇതിന്റെ ED സ്വത്ത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിക്കോ ഈ അറിയിപ്പ് നൽകേണ്ടത് ED അല്ല, ഇതുമായി ബന്ധപ്പെട്ട ഏജൻസിയാണ്. ആ ഡൽഹിയിലുള്ള ഈ ഏജൻസി മുഖാന്തരമാണ് ഈ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറയുന്നതനുസരിച്ച് ജില്ലാ സെക്രട്ടറിക്ക് യാതൊരു വിധത്തിലുള്ള ഔദ്യോഗികമായ അറിയിപ്പും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ ഇക്കാര്യത്തിൽ വലിയ പ്രതികരണങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. ഏത് ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നത്, ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുക. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായില്ല. കാരണം താൻ അറിയാത്ത ഒരു കാര്യത്തിന് കൂടുതൽ പ്രതികരണം നൽകേണ്ടതില്ല എന്നുള്ളതാണ് MM വർഗീസിന്റെ നിലപാട്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.